ലോ അക്കാദമി വിഷയത്തിൽ സിൻഡിക്കേറ്റ് യോഗം അവസാനിച്ചു. അഫിലിയേഷൻ റദ്ദാക്കണമെന്ന UDF CPI പ്രമേയങ്ങൾ വോട്ടിനിട്ട് തള്ളി. അക്കാദമി രേഖകളെ ചൊല്ലിയും വിമർശനമുണ്ട്. സർവകലാശാല ആസ്ഥാനത്ത് KSUMSF പ്രതിഷേധം. വിവരങ്ങളുമായി ന്യൂസ് റൂമിൽ നിന്ന് ഷീജ ചേരുന്നു. ഷീജ, ഈ അഫിലിയേഷൻ റദ്ദാക്കണം എന്നതായിരുന്നല്ലോ പ്രധാന ആവശ്യം. ഇത് വോട്ടിനിട്ട് തള്ളുകയായിരുന്നല്ലോ. മറ്റെന്തൊക്കെ തീരുമാനങ്ങളാണ് ഉണ്ടായത്? അരുൺ, പ്രധാനമായും ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർണായക സിൻഡിക്കേറ്റ് യോഗം തന്നെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത്. ഇതിൽ സുപ്രധാന തീരുമാനങ്ങൾ എന്ന് പറയാനുള്ളത് അഫിലിയേഷൻ റദ്ദാകില്ല, കോളേജിന് ലോ അക്കാദമിക്ക് അഫിലിയേഷൻ റദ്ദാകില്ല എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ അഫിലിയേഷൻ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF കൊണ്ടുവന്ന പ്രമേയമാണ് വോട്ടിനിട്ട് തള്ളിയത്. 12 പേരാണ്, 8 പേർ UDF-ന്റെയും LDF-ന്റെ 12 പേരുമാണ് ഇതിനെ എതിർത്തത്. ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ലോ അക്കാദമി കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗ തീരുമാനപ്രകാരം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് 2 കത്തുകൾ മുഖേന നൽകി അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഫിലിയേഷൻ റദ്ദാക്കുന്ന തുടർ നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നായിരുന്നു ഭൂരിപക്ഷ അഭിപ്രായം. ഈ സാഹചര്യത്തിലാണ് അഫിലിയേഷൻ റദ്ദാക്കുന്നതിന് മുന്നോടിയായുള്ള നോട്ടീസ് നൽകേണ്ട, അഫിലിയേഷൻ റദ്ദാകാതിരിക്കാനുള്ള കാരണം കാണിക്കൽ നോട്ടീസ് നൽകേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഈ പ്രമേയത്തിലൂടെ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം എത്തിയത്. മറ്റ് സുപ്രധാന തീരുമാനങ്ങൾ ഇന്ന് സിൻഡിക്കേറ്റ് കൈക്കൊണ്ടത് എടുത്തു പറയാനുള്ളത് ലക്ഷ്മി നായരുടെ ബിരുദം സംബന്ധിച്ചുള്ള കാര്യമാണ്. ലക്ഷ്മി നായരുടെ ബിരുദം സംബന്ധിച്ചുള്ള കാര്യത്തിൽ വലിയ ആക്ഷേപം തന്നെ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ ഒരു നിർണായക തീരുമാനം ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒരേ കാലയളവിൽ തന്നെ ലക്ഷ്മി നായർ കേരളത്തിൽ നിന്ന് LLB-യും കേരളത്തിന് പുറത്തു നിന്ന് PG-യും കരസ്ഥമാക്കി എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ സിൻഡിക്കേറ്റ് അംഗമായ ജീവൻലാൽ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉന്നയിച്ചത്. ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇത് സമഗ്രമായി തന്നെ പരീക്ഷാ സമിതി അന്വേഷിക്കാൻ വേണ്ടി സിൻഡിക്കേറ്റ് യോഗം ചുമതലപ്പെടുത്തി. മറ്റൊരു നിർണായകമായ തീരുമാനം ഉണ്ടായത് ലോ അക്കാദമിയിൽ യോഗ്യതയുള്ള പുതിയ പ്രിൻസിപ്പലിനെ അടിയന്തരമായി നിയമിച്ചുകൊണ്ട് അത് സർവകലാശാലയെ ഉടൻ തന്നെ അറിയിക്കണം എന്നൊരു നിർദ്ദേശവും ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ലക്ഷ്മി നായർ തൽസ്ഥാനത്ത് നിന്നും മാറി എന്നുള്ള വിവരം രേഖാമൂലം തന്നെ ലോ അക്കാദമി സർവകലാശാലയെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ഈ ഒരു സാഹചര്യത്തിൽ പുതിയ പ്രിൻസിപ്പളായി മാധവൻ പോറ്റി വന്ന ഒരു സാഹചര്യത്തിൽ മാധവൻ പോറ്റിക്ക് മതിയായ യോഗ്യതയില്ല എന്നത് സംബന്ധിച്ചുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ സർവകലാശാലയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. യോഗ്യതയുള്ള പുതിയ പ്രിൻസിപ്പളിനെ അടിയന്തരമായി നിയമിക്കണം എന്നുള്ളത് തന്നെയാണ് ആ ഒരു നിർദ്ദേശം. മറ്റൊരു തീരുമാനം എന്ന് പറയാനുള്ളത് അനുരാധ P. നായരുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ലക്ഷ്മി നായരുടെ ഭാവി മരുമകൾ എന്നറിയപ്പെടുന്ന അനുരാധ P. നായർക്ക് അനധികൃത മാർക്ക് ദാനം നൽകി എന്നുള്ളതാണ് പരാതി. ഈ പരാതിയിന്മേൽ രാവിലെ പരീക്ഷാ ഉപസമിതി യോഗം ചേർന്ന് ഇത് കൃത്യമായി വിലയിരുത്തിയിരുന്നു. ഇതിന്റെ ഉപസമിതിയുടെ കണ്ടെത്തലുകൾ ശരിവെച്ചുകൊണ്ട് അവർ ഈ വിഷയത്തിൽ ഒരു തുടരന്വേഷണമാണ് ശുപാർശ ചെയ്തത്. ഈ ശുപാർശ പൂർണ്ണമായും ഇന്നത്തെ ഉച്ചയ്ക്ക് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം അംഗീകരിക്കുകയായിരുന്നു. ഈ മാസം 23-ാം തീയതി അനുരാധയിൽ നിന്നും ബന്ധപ്പെട്ട അധ്യാപകരിൽ നിന്നും മാർക്ക് നൽകിയിട്ടുള്ള അധ്യാപകരിൽ നിന്നും തെളിവെടുക്കാനാണ് നിലവിലിപ്പോൾ സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചത്. കൂടാതെ മറ്റൊരു തീരുമാനം എന്ന് പറയാനുള്ളത് ഇന്റേണൽ മാർക്കിന്റെ ഘടന പരിഷ്കരിക്കാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അരുൺ, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ലോ അക്കാദമി സമരത്തിൽ മുഖ്യമന്ത്രി വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തണമെന്ന് AK ആന്റണി. മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടണം. തിരുവനന്തപുരത്ത് UDF സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു AK ആന്റണി. അല്ലെങ്കിൽ ഒരു പക്ഷേ സമരം തീരുമായിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരമായി വിദ്യാർത്ഥി പ്രതിനിധികളെ വിളിച്ച് അവരുടെ ആവശ്യങ്ങൾ കേട്ട് അവർക്ക് തൃപ്തികരമായ നിലയിൽ ഈ സമരം അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് അതേക്കുറിച്ച് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹത്തോട് ഐക്യ ജനാധിപത്യത്തിൻ്റെ നേതാക്കന്മാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സമരത്തിൻ്റെ മറ്റൊരു സമരമുഖമായിരിക്കണം മലപ്പുറത്തെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നമുക്ക് വിജയമുണ്ടാക്കാനുള്ള കൂട്ടായ പരിശ്രമം എല്ലാവരും നടത്തണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജനയുഗത്തിലെ ലേഖനത്തിന് മറുപടിയുമായി EP ജയരാജൻ. ഇടതുപക്ഷത്തെ തകർക്കുന്നവരുടെ കയ്യിലെ പാവയായി CPI മാറിയെന്ന് ജയരാജൻ. ജനയുഗം നിലവാര തകർച്ചയുടെ മാധ്യമമായി മാറി. CPI അത്ര വലിയ പാർട്ടിയല്ല എന്നും ജയരാജൻ. ചില സങ്കുചിത താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് കേരള ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഇടതുപക്ഷ വിരുദ്ധരുടെ കയ്യിലെ പാവയായി തീർന്നിരിക്കുകയാണ് ജനയുഗം. CPI അത്ര വലിയ ശക്തിയുള്ള പാർട്ടിയൊന്നും അല്ല. പണ്ട് നമ്മുടെ നാട്ടിൽ മലബാറിലൊരു പഴഞ്ചൊല്ലുണ്ട്, നമ്പൂരിയുടെ വെളിച്ചത്തിൽ വാരുടെ ഊണ് എന്ന്. അങ്ങനെ കഴിഞ്ഞു കൊടുത്തൊരു പാർട്ടിയാണ്. അതുകൊണ്ട് അത് വലിയ പാർട്ടിയായി ഇവിടെ വമ്പന്മാരായിട്ടൊന്നും ജനങ്ങൾ കാണുന്നില്ല. പരസ്യ പ്രസ്താവന നടത്തി മുന്നണിയെയും ഗവൺമെന്റിനെയും കളങ്കപ്പെടുത്താൻ CPI ശ്രമിക്കരുത്, അവരൊറ്റപ്പെടും.
ജനയുഗത്തിൽ വന്ന ലേഖനം പാർട്ടിയുടെ അഭിപ്രായമല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. പാർട്ടിയുടെ അഭിപ്രായം മുഖപ്രസംഗത്തിലാണ് പറയുക. എഡിറ്റർ എന്ന നിലയിൽ ഉത്തരവാദിത്തമുണ്ട്. റവന്യൂ വകുപ്പ് നടത്തുന്ന അന്വേഷണത്തെക്കുറിച്ചല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. ലോ അക്കാദമി വിഷയത്തിൽ CPI തർക്കമില്ല എന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. ലോ അക്കാദമി ഭൂമിയെക്കുറിച്ച് മുഖ്യമന്ത്രി ഒരു വിശദീകരണവും നൽകിയതായിട്ട് ഞാൻ കേട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം മുഴുവൻ കേട്ടതാണ്. അദ്ദേഹം നടരാജപിള്ളയുടെ ഭൂമിയെക്കുറിച്ചാണ് പറഞ്ഞത്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പരാതി തന്നത് വളരെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്, പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്, ഇപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനാണ്. അദ്ദേഹം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു പരാതി തന്നാൽ, റവന്യൂ മന്ത്രിക്ക് ഒരു പരാതി തന്നാൽ അന്വേഷിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നതല്ല ജനാധിപത്യം. അന്വേഷിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ എന്ത് വേണമെന്ന് തീരുമാനിക്കും. മുഖ്യമന്ത്രി ആ അന്വേഷണത്തെക്കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം മുഴുവൻ കേട്ടതാണ്, താങ്കളും കേട്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ അതിന് കൊടുക്കുന്ന ഇൻ്റർപ്രിട്ടേഷനാണ്. ഇല്ല, അതിപ്പോൾ ഒരു പാർട്ടിയുടെ എഡിറ്റോറിയലാണ് പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായം. എഡിറ്റോറിയൽ പേജിൽ പല ലേഖനങ്ങളും വരാറുണ്ട്. ജനകത്തിൽ വന്ന അത് സറ്റൈറിക്കലായിട്ടുള്ള ഒരു കോളമാണത്. അതിനകത്ത് ഇങ്ങനെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാറുണ്ട്. അതിനകത്ത് മറ്റൊന്നും വിരുദ്ധമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ അഭിപ്രായം ജനകത്തിൻ്റെ മുഖപ്രസംഗത്തിൽ ഞങ്ങൾ പറയും. CPI പ്രശ്നമൊന്നുമില്ല. CPM തർക്കമായിട്ട് ഈ പ്രശ്നങ്ങൾ മാറ്റണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അതിന് വഴങ്ങുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിള്ളലുണ്ടാക്കാനോ കക്ഷികളെ വ്യത്യസ്ത ചേരികളിൽ നിർത്താനോ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കില്ല. കാരണം ഞങ്ങൾ ഈ മുന്നണിയിൽ നിൽക്കുന്നത് ഞങ്ങളുടെ വ്യക്തമായ രാഷ്ട്രീയ ധാരണ കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഞങ്ങളെ വ്യത്യസ്ത ചേരി കൊണ്ടുപോകാനും പറ്റിയില്ല. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറയത്തുള്ളൂ. ലോ അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് താൻ രാജിവെച്ചതായി അഡ്വക്കേറ്റ് K. അയ്യപ്പൻപിള്ള. നിലവിലുള്ള ട്രസ്റ്റിന് പകരമായി ഹൈക്കോടതി ജഡ്ജിയെ ആർബിറ്ററായി നിയമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജിക്കത്ത് BJP ജില്ലാ പ്രസിഡന്റിന്റെ കയ്യിൽ കൊടുത്തുവിട്ടതായും അയ്യപ്പൻപിള്ള തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ഞാൻ കുമ്മനോട് വന്നപ്പോൾ ഞാൻ പ്രസംഗിച്ചു, ഈ കോംപ്രമൈസ് ടോക്ക് ഫെയിലാണ്, ഞാൻ രാജിവെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് സുരേഷിൻ്റെ എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ കൈ കൊടുത്തു. ഈ ഗവൺമെൻറ്റും ലോ അക്കാദമിയും സ്റ്റുഡൻസുമായിട്ട് യോജിച്ച് പോകില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ഹൈക്കോടതി ജഡ്ജിയെ ആർബിട്രേറ്റ് ആക്കുക. ഹൈക്കോടതി ജഡ്ജിയെ ആർബിട്രേറ്റ് ആക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് നോന്ന് പറയാനൊക്കില്ല, കുട്ടികൾക്ക് നോന്ന് പറയാനൊക്കില്ല. രണ്ട് കൂട്ടരുടെയും കേട്ട് അവരുടെയും ഡിസിഷൻ തരും. ആ ആർബിട്രേഷൻ ഡിസിഷൻ ഷാൽ ബി ഫൈനൽ ആൻഡ് ബൈൻഡിങ് ഓൺ ബോത്ത് പാർട്ടീസ്. ആദിവാസി ഭൂപ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ BJP വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് CK ജാനു. ഇതിന് തിരിച്ചടി ലഭിക്കും. വാഗ്ദാനം തന്നവരോട് മറുചോദ്യം തങ്ങൾ ചോദിക്കുമെന്നും CK ജാനു വയനാട്ടിൽ പറഞ്ഞു. അത് അവർ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചിട്ടില്ല. അത് പാലിക്കാൻ അവർക്ക് ബാധ്യസ്ഥതയുണ്ട്. ആ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കണം. അത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ തിക്തഫലം അവരനുഭവിക്കും. നമുക്ക് അതിനകത്ത് വേറെ പറയാനൊന്നുമില്ല. ഏറ്റെടുക്കണം. അവര് പ്രതീക്ഷിക്കുന്നതല്ല, അവർ ഏറ്റെടുക്കണം. വാഗ്ദാനം തന്നവരോടൊക്കെ മറുചോദ്യം ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. മറ്റക്കര ടോംസ് കോളേജിന് സ്റ്റോപ്പ് മെമ്മോ. സാങ്കേതിക സർവകലാശാലയാണ് മെമ്മോ നൽകിയത്. നാളെ മുതൽ കോളേജ് തുറക്കില്ല. മറ്റക്കരയിലെ ടോംസ് കോളേജ് സർവകലാശാലയ്ക്ക് വ്യാജരേഖ നൽകി അഫിലിയേഷൻ സമ്പാദിച്ചതായി ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കോളേജ് അടച്ചുപൂട്ടാൻ സർവകലാശാല തീരുമാനിച്ചത്. കോളേജ് ഇന്ന് തന്നെ അടച്ചുപൂട്ടും. കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ AICTEയുടെ മാർഗനിർദ്ദേശം വരുന്ന മുറയ്ക്ക് മറ്റു കോളേജുകളിലേക്ക് മാറ്റും. ബാക്കി ബ്രാഞ്ചുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ കഴിയുന്ന കോളേജുകളുടെ പട്ടിക ഇന്ന് തന്നെ സാങ്കേതിക സർവകലാശാലയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നാളെ മുതൽ കോളേജ് അടച്ചിടാനാണ് സാങ്കേതിക സർവകലാശാലയുടെ തീരുമാനം. ടോംസ് കോളേജ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടവും സർവകലാശാലയ്ക്ക് അഫിലിയേഷൻ നേടാനായി കൊടുത്ത കെട്ടിടവും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഈ കോളേജിന് അഫിലിയേഷൻ നൽകരുതെന്ന് വിദഗ്ധ സമിതിയുടെ ശുപാർശ ഉണ്ടായിരുന്നെങ്കിലും സർവകലാശാലയിലെ ഉന്നതൻ രജിസ്ട്രാറുടെ പേരിൽ ഉത്തരവിറക്കുകയായിരുന്നു. ഇത് രേഖകൾ സഹിതം നേരത്തെ പീപ്പിൾ TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്ത പുറത്തായതിനെ തുടർന്ന് സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. സർവകലാശാലയിലെ ഉന്നതനടക്കം കുടുങ്ങാൻ പോകുന്നതിന് മുമ്പ് ടോംസിനെ കൈവിട്ടതിനാൽ ടോംസ് ചെയർമാൻ തന്നെ സർവകലാശാലയ്ക്കെതിരെ വെളിപ്പെടുത്തൽ നടത്താൻ നിർബന്ധിതനായേക്കും. അത് പുറത്തു വന്നാൽ സാങ്കേതിക സർവകലാശാലയുടെ കുത്തഴിഞ്ഞ പ്രവർത്തനത്തിനുള്ള ഉത്തമ ദൃഷ്ടാന്തവുമാവും. S. ജീവൻകുമാർ, തിരുവനന്തപുരം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ശശികല നാളെ 9 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണറുടെ അനുമതിക്കായി കാത്തിരിക്കുന്നതായി AIADMK പ്രവർത്തകർ. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനുശങ്കർ ദില്ലിയിൽ നിന്ന്. മനു, ഒരുക്കങ്ങളൊക്കെ എത്രത്തോളമായപ്പോൾ വലിയ പ്രതിഷേധമാണല്ലോ നിലവിൽ ഇന്നും ഉണ്ടായിട്ടുള്ളത്?
പ്രതിഷേധങ്ങൾക്കൊടുവിലും സുപ്രീം കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങൾക്കിടയിലും നാളെ തന്നെ 9 മണിക്ക് മുഖ്യമന്ത്രിയായി ശശികല നടരാജൻ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അണ്ണാ DMK പ്രവർത്തകർ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗവർണർ C. വിദ്യാസാഗർ റാവു ഇന്ന് ദില്ലിയിലായിരുന്നു. ദില്ലിയിൽ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗുമായും മറ്റും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷം മദ്രാസിലേക്ക് തിരിച്ചെത്തിയ ഉടൻ തന്നെ ഗവർണറുടെ അനുമതി ലഭിച്ചാൽ ഉടൻ പിന്നീട് നാളെ 9 മണിക്ക് തന്നെ മദ്രാസ് സെനറ്റ് ഹാളിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്തും എന്നാണ് അണ്ണാ DMK പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. മുതിർന്ന AIADMK നേതാക്കൾക്കെല്ലാം ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു. നാളെ 9 മണിക്ക് സെനറ്റ് ഹാളിലേക്ക് എത്തണമെന്നാണ് നേതാക്കൾക്കെല്ലാം ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അതേസമയം ശശികല മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിനെതിരെ ചെറിയ തോതിൽ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ജയലളിതയുടെ തോഴിയായിരുന്ന ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അംഗീകരിക്കാനാകില്ലെന്നാണ് തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധ സ്വരങ്ങൾ ചില പ്രവർത്തകർ ഉയർത്തുന്നത്. ഇത് DMKയുടെ ഒത്താശയോടുകൂടി നടത്തുന്ന പ്രവർത്തനം എന്നാണ് അണ്ണാ DMK ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഈ പനീർ സെൽവത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിക്കൊണ്ട് മന്ത്രിസഭയിൽ ഒരു പുനഃക്രമീകരണവും നാളെ തന്നെ നടത്തുമെന്നാണ് അറിയുന്നത്. എന്തായാലും സുപ്രീം കോടതിയുടെ വിധി തന്നെ ഇന്ന് വന്നിരിക്കുകയാണ്. ഒരാഴ്ചക്കകം തന്നെ ശശികലയ്ക്കെതിരായ കേസിൽ സുപ്രീം കോടതി വിധി പറയുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ സത്യപ്രതിജ്ഞ ചടങ്ങ് നീട്ടിയേക്കുമെന്ന ആദ്യ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ഇതൊന്നും വേണ്ടതില്ലെന്നും സെനറ്റ് ഹാളിൽ നിലവിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുമാണ് ശശികല AIADMK പ്രവർത്തകർക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അരുൺ. മനുശങ്കർ ദില്ലിയിൽ നിന്ന്. ജയലളിതയും ശശികലയും ഉൾപ്പെട്ട അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഒരാഴ്ചയ്ക്കകം വിധി പറയുമെന്ന് സുപ്രീം കോടതി. വിധി വൈകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കർണാടകയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ജയലളിത അന്തരിച്ചതിനാൽ ശശികല ഉൾപ്പെടെയുള്ള പ്രതികളെ മുൻനിർത്തിയാകും സുപ്രീം കോടതി വിധി. ഇതോടെ തമിഴ്നാട് മുഖ്യമന്ത്രിയായുള്ള ശശികല നടരാജന്റെ സത്യപ്രതിജ്ഞയും അനിശ്ചിതത്വത്തിലാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ശശികല സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങവെയാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഒരാഴ്ചയ്ക്കകം വിധി പറയുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ജസ്റ്റിസുമാരായ പിനാകി ചന്ദ്രഘോഷ്, അമിതാഭ റോയ് എന്നിവരടങ്ങിയ ബെഞ്ച് 20 ദിവസം വാദം കേൾക്കുകയും വിധി പറയാനായി മാറ്റിവെക്കുകയും ചെയ്ത കേസിൽ വിധി വൈകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കർണാടക സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ജയലളിത അന്തരിച്ചതിനാൽ അവർക്കെതിരായ കേസ് അപ്രസക്തമായി കണക്കാക്കി കൂട്ടുപ്രതികളായ ശശികല നടരാജൻ, ഇളവരശി, സുധാകരൻ എന്നിവർക്കെതിരെയുള്ള കുറ്റങ്ങളിലാകും കോടതി വിധി പറയുക. 1991 96 ഇടയിൽ ആദ്യമായി തമിഴ്നാട് മുഖ്യമന്ത്രിയായിരിക്കെ ജയലളിത അനധികൃതമായി 66.65 കോടി രൂപ സമ്പാദിച്ചു എന്നാണ് കേസ്. 2014 ബംഗളൂരു പ്രത്യേക കോടതി ജയലളിതയും ശശികലയും ഉൾപ്പെട്ട കൂട്ടുപ്രതികളെയും 4 വർഷം തടവിനും 100 കോടി രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചു. എന്നാൽ 2015 കർണാടക ഹൈക്കോടതി പ്രതികളെ കുറ്റവിമുക്തരാക്കി. ഇതിനെതിരെ കർണാടക സമർപ്പിച്ച ഹർജിയിലാണ് കോടതി വിധി പറയുക. ശശികല ഉൾപ്പെടെയുള്ള കൂട്ടുപ്രതികളെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള കർണാടക ഹൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കിയാൽ സമാനതകളില്ലാത്ത രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനാണ് തമിഴ്നാട് ഒരാഴ്ചയ്ക്കകം സാക്ഷ്യം വഹിക്കുക. മനുശങ്കർ, ദില്ലി. ഫോൺ നമ്പറുകൾക്ക് ആധാർ നിർബന്ധമാക്കണമെന്ന് സുപ്രീം കോടതി. നിലവിലുള്ള കണക്ഷനുകൾ ആധാറുമായി ബന്ധിപ്പിക്കാൻ സുപ്രീം കോടതി 1 വർഷത്തെ സാവകാശം അനുവദിച്ചു. സിം കാർഡ് ദുരുപയോഗം തടയാൻ നിയമനിർമ്മാണം വേണമെന്നും സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ ഇടപാടുകൾ ഫോൺ വഴി ആക്കിയ സാഹചര്യത്തിൽ ഫോൺ നമ്പർ ആധാറുമായി ബന്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. കേരള വാട്ടർ അതോറിറ്റിയിലെ ട്രേഡ് യൂണിയനുകളുടെ ഹിതപരിശോധന നാളെ നടക്കും. 3 തൊഴിലാളി സംഘടനകൾ മത്സരിക്കുന്ന ഹിതപരിശോധനയിൽ 5779 ജീവനക്കാർക്ക് ആണ് വോട്ടവകാശമുള്ളത്. ആകെ പൂൾ ചെയ്യുന്ന വോട്ടിന്റെ 15% വോട്ട് നേടുന്ന യൂണിയന് അംഗീകാരം ലഭിക്കും. CITU നേതൃത്വം നൽകുന്ന വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ, INTUCയുടെ വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ, AITUCയുടെ വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ എന്നീ സംഘടനകളാണ് കേരള ജല അതോറിറ്റിയിലെ ഹിതപരിശോധനയിൽ മത്സരിക്കുന്നത്. വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയന് വിജയം ഉറപ്പാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി M. തമ്പാൻ പറഞ്ഞു. ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വാട്ടർ അതോറിറ്റി പൊതുമേഖലയിൽ തന്നെ നിലനിർത്തുന്നതിനും ആവശ്യമായ രീതിയിലേക്ക് വാട്ടർ അതോറിറ്റി ജീവനക്കാർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും. 2013 നടന്ന ഹിതപരിശോധനയിൽ 41% വോട്ട് നേടി കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ 1ാം സംഘടനയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഹിതപരിശോധനയ്ക്കായി തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഓരോ ബൂത്തും, ഇടുക്കി ജില്ലയിൽ 2 ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. എറണാകുളം റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണറാണ് റിട്ടേണിംഗ് ഓഫീസർ. ജില്ലാ ലേബർ ഓഫീസർമാർ ജില്ലാ തലത്തിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായും പ്രവർത്തിക്കും. രാവിലെ 8-ന് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകിട്ട് 5 മണി വരെ നീളും. വൈകിട്ട് ഫലപ്രഖ്യാപനവും നടക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ഇ അഹമ്മദ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിഷേധം. അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച എംപിമാർ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കേരളത്തിൽ നിന്നുള്ള എംപിമാർ പാർലമെന്റിന് മുന്നിൽ വായ് മൂടിക്കെട്ടി ധർണ നടത്തി. പാർലമെന്റിന്റെ പ്രത്യേക സമിതി മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് എംപിമാർ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി വെങ്കയ്യ നായിഡു കുറ്റപ്പെടുത്തി. മുൻ കേന്ദ്രമന്ത്രിയും മുസ്ലിം ലീഗ് എംപിയുമായ ഇ അഹമ്മദിന്റെ മരണം സ്ഥിരീകരിക്കാൻ കേന്ദ്ര സർക്കാർ വൈകിയെന്നാരോപിച്ചാണ് എംപിമാർ പ്രതിഷേധം പാർലമെന്റിന് പുറത്തേക്ക് വ്യാപിപ്പിച്ചത്. കേരളത്തിൽ നിന്നുള്ള LDF, UDF എംപിമാർ സംയുക്തമായി ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ വായ് മൂടിക്കെട്ടി പ്രതിഷേധ ധർണ നടത്തി. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. സഭ ആരംഭിച്ചപ്പോൾ ചോദ്യോത്തരവേള മാറ്റിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. എംപിമാർ സഭയുടെ നടുത്തളത്തിലിറങ്ങിയതിനെ തുടർന്ന് 1 മണിക്കൂറോളം ലോക്സഭ നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് 12 മണിക്ക് ചേർന്നെങ്കിലും ശൂന്യവേളയിൽ വിഷയം അവതരിപ്പിക്കാൻ സ്പീക്കർ സുമിത്ര മഹാജൻ അനുവാദം നൽകിയില്ല. ഇതിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ നിന്നുള്ള എംപിമാർ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇ അഹമ്മദിന്റെ മരണത്തെക്കുറിച്ച് പാർലമെന്റിന്റെ പ്രത്യേക സമിതി അന്വേഷണം നടത്തണമെന്ന് എംപിമാർ ആവശ്യപ്പെടുന്നു. ഇക്കാര്യത്തിൽ വേണ്ടിവന്നാൽ രാഷ്ട്രപതിയെ കാണാനും എംപിമാർ ആലോചിക്കുന്നുണ്ട്. അതേസമയം ഇരുസഭകളും ഇന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ചയ്ക്കെടുത്തു. ശശികലയുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ചെന്നൈയിലേക്ക് പോകേണ്ടതിനാൽ AIADMK എംപിമാർ നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴയിൽ ഫെബ്രുവരി 18, 19 തീയതികളിലായി സംസ്ഥാന കൺവെൻഷൻ ചേരും. ആലപ്പുഴ പമേര ഹോട്ടലിൽ ചേരുന്ന കൺവെൻഷനിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 350ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. 18-ന് രാവിലെ 10 മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് K. വിജയകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ ഉദ്ഘാടനം ചെയ്യും.